ചീഫ് ജസ്റ്റിസിനെതിരായി അധിക്ഷേപ പരാമർശം നടത്തിയതിന് 2 നിയമ വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 10-നാണ് സുപ്രീം കോടതി മുറിയിൽ വെച്ച് ചീഫ് ജസ്റ്റിസിനെതിരായി അധിക്ഷേപ പരാമർശം നടത്തിയത്. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബാലു, ഗുഡ് മോർണിംഗ്. ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? പൂജ, ഗുഡ് മോർണിംഗ്. ജൂലൈ 10-നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 നിയമ വിദ്യാർത്ഥികൾ നടത്തിയിരുന്നത്. അന്ന് ജസ്റ്റിസുമാരായ KV വിശ്വനാഥിന്റെയും അലോക് ആരാധ്യയുടെയും ബെഞ്ചിന് മുമ്പാകെ ഹാജരായി ഈ ഒരു കേസിൽ വാദം നടത്തുന്നതിന്റെ മറവിലായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തുകയും തുടർന്ന് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കേസ് കെട്ടുകൾ ഈ ജഡ്ജിമാർക്ക് നേരെ എറിയുകയും ചെയ്തിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രഭാൽ പ്രതാപ് സിംഗ് അതുപോലെ തന്നെ ചന്ദ്രബാൻ എന്നീ 2 നിയമ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്നൌവിലെ സർവകലാശാലയിലെ 3-ാം വർഷ നിയമ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 പേർക്ക് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെ തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അന്ന് ഈ സംഭവം നടന്നതിന് പിന്നാലെ ഈ 2 പേർക്കെതിരെയും, അതായത് ഇവർ ചെയ്തത് കോടതിയലക്ഷ്യ നടപടിയായിരുന്നു. പക്ഷെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കുവാൻ ജസ്റ്റിസ് KV വിശ്വനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തയ്യാറായിരുന്നില്ല. എന്നാൽ നാടകീയമായ സംഭവങ്ങൾക്ക് പിന്നാലെ സുപ്രീം കോടതിയുടെ സുരക്ഷാ വിഭാഗം ഡൽഹി പോലീസിൽ ഒരു പരാതി നൽകുകയാണ് ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ FIRലാണ് ഈ കോടതി മുറിക്ക് ഉള്ളിൽ വെച്ച് ഈ ചീഫ് ജസ്റ്റിസിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തുകയും ജഡ്ജിമാർക്ക് നേരെ ഈ പേപ്പറുകൾ, കേസ് ഫയലുകൾ വലിച്ചെറിയുകയും ചെയ്ത കേസിൽ ഇപ്പോൾ ഈ പ്രഭാൽ പ്രതാപ് സിംഗിനെയും അതുപോലെ തന്നെ ചന്ദ്രബാനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പൂജ. ശരി, ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.